ഹായ് കൂട്ടുകാരെ, ഇന്ന് കാർത്തികയായിട്ട് എല്ലാ വീടുകളിലും ദീപങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ പ്ലാസ്റ്റിക് കവർ കൊണ്ടുള്ള 2 DIY ആണ് കേട്ടോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എടുത്തേക്കുന്നത് ഇതുപോലെ ലയൺ ഡേർട്സിൻ്റെ പാക്കറ്റാണ്. അത് ഒരു 2 സ്ക്വയർ ടൈപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ അളവിലാണ് എടുക്കേണ്ടത്. ഇതുപോലെ സ്ക്വയർ ഷേപ്പിന് 2 പീസ്. അതിനേതാ ഇതുപോലെ നമുക്ക് ഇതുപോലെ സെൻറ്റർ വെച്ചിട്ട് നല്ല നീറ്റായിട്ട് അതിനെ ഒന്ന് മടക്കി കൊടുക്കാം. ഒന്നുകൂടി അതിനെ ഒന്ന് മടക്കി കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഈ ഒരു എൻഡിൽ നിന്ന് ഒന്ന് വളച്ച് മുകളിലോട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മറുവശവും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 പീസും ഈക്വലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ രണ്ടും കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫെവിബോണ്ടിൻ്റെ ഗ്ലൂ എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ എല്ലാ സൈഡിലോട്ടും ഇതുപോലെ ഗ്ലൂ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി അടുത്ത പീസ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പ്രിൻ്റുള്ള പോർഷനെല്ലാം ഉള്ളിലായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇതുപോലെ സിൽവർ പോർഷനാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് കാണുന്ന ആ ഒരു പ്രിൻ്റുള്ള ആ ഒരു ഏരിയ ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. എല്ലാ പീസിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് വലിഞ്ഞു നിൽക്കുന്ന ആ പ്രിൻ്റോട് കൂടിയ ആ ഒരു അറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് നീറ്റായിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിനായിട്ട് ഇതിൻ്റെ ഒരു സെൻറ്റർ ഉണ്ടല്ലോ, ഓരോ പീസിൻ്റെയും സെൻറ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് സിഗരറ്റ് ലാമ്പോ മെഴുകുതിരിയോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നല്ല ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കേട്ടോ. ഇനി അടുത്ത 2 പീസും കൂടി ആദ്യം ചെയ്തിരുന്ന അതേ മെത്തേഡിൽ ഒന്നുകൂടി ഒന്ന് ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4 ഇതളുകളാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ അടുത്തൊരു പീസും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അത് അല്പം കൂടി ചെറിയ ടൈപ്പിലുള്ള ഒരു സെറ്റാണേ. പിന്നെ ഇതുപോലെ നമ്മുടെ ഫ്ലോറൽ വയറും കൂടെ കുറച്ച് അലുമിനിയം ഫോയിലിംഗ് ഷീറ്റും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നമ്മുടെ കമ്പി കട്ട് ചെയ്ത് എടുത്തിട്ട് ടോപ്പ് കുറച്ച് ഒന്ന് വളച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് അലുമിനിയം ഫോയിലിംഗ് ഷീറ്റ് എടുത്തിട്ട് ഒരു ചെറിയ കുഞ്ഞു മുട്ടിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തെ വശവും കൂടി നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് ഒരു മുട്ടിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരുന്ന ഈ ഫ്ലവറിലേക്ക് നടുക്കായിട്ട് ഇതുപോലെ 2 ഹോൾ ഇട്ട് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചെറിയ ഫ്ലവറിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു ബീഡോടും കൂടിയ ഒരു കമ്പി ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം. അടുത്ത ഫ്ലവറും വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ താഴെയുള്ള സ്റ്റെമ്മും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതൊരു ബ്ലൂ കളറിലുള്ള കിറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒന്ന് ഡബിളായിട്ടൊന്ന് വെച്ച് അയൺ ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ആ ഒരു പീസ് നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ലീഫ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 2 പീസ് ഈക്വലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതിൻ്റെ ഒരു വശത്തേക്ക് മാത്രം ഗ്ലൂ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ എടുത്തുന്ന ആ സെയിം ഫ്ലോറൽ വയറുണ്ടല്ലോ കമ്പി, അതെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ച് എടുത്തിട്ട് നമുക്കതിനെ ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു ബ്ലൂ കളർ കിറ്റാണ്. കാരണം നമ്മുടെ ഒരു സിൽവർ കളർ ഫ്ലവറിന് മാച്ചായിട്ട് എടുത്തേക്കുന്ന ഒരു ലീഫാണ് കേട്ടോ. ലീഫിന് വേണ്ടി എടുത്തേക്കുന്ന കിറ്റാണ് ഒരു ബ്ലൂ കളറിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇനി ഇങ്ങനെ ഇതും ചുറ്റിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ സിൽവർ ഷെയ്ഡുള്ള കവറുകൾ വെച്ചിട്ടുള്ള ലീഫാണെങ്കിലും സെറ്റായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതൊരു കോമ്പിനേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ സിൽവറും ബ്ലൂവും കൂടെ എടുത്തേക്കുവാണ് കളറ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫ്ലവറിൻ്റെ സ്റ്റെമ്മും കൂടി ഈ ഒരു ബ്ലൂ കളർ കിറ്റിൻ്റെ പീസ് വെച്ചിട്ട് തന്നെയാണ് ഒന്ന് ചുറ്റി കൊടുക്കുന്നത്. കൂടെ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്ത് വെച്ചിരുന്ന റെഡിയാക്കി വെച്ചിരുന്ന ലീഫും കൂടി വെച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ബാക്കി എക്സ്ട്രാ പീസ് നിൽക്കുന്ന സ്റ്റെമ്മ് ഫുള്ളും ഈ ഒരു ബ്ലൂ കളർ കിറ്റിൻ്റെ പീസ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ട് ഇടയ്ക്കായിട്ടൊന്ന് ഹീറ്റും കൂടെ ചെയ്തെടുത്താൽ സ്റ്റെമ്മിൽ നന്നായിട്ട് ഒട്ടിയിരുന്നോളൂ. അപ്പോൾ അതവിടെ ഒരു ഫ്ലവർ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഞാൻ 3 ഫ്ലവേഴ്സ് പിന്നെ കുറച്ച് ലീവ്സും കൂടി അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡേറ്റ്സിൻ്റെ പാക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തൊരു പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായോ?
ഇനി നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഫ്ലവർ വേസും കൂടെ ഉണ്ടാക്കാം. അതിനായിട്ടൊരു കാർഡ്ബോർഡ് പീസ് എടുത്ത് റൗണ്ട് സൈസിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കുഞ്ഞു പ്ലാസ്റ്റിക് ബോട്ടിലൊന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്സും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു റൗണ്ട് സൈസിനുള്ള കാർഡ്ബോർഡ് പീസിൻ്റെ വക്കും പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള വക്കും കൂടി ജോയിൻ്റായിട്ട് ഇരിക്കുന്ന രീതിയിൽ ഈ ഓരോ സ്റ്റിക്സും ഇങ്ങനെ വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മാക്സിമം ഇതുപോലെ ഫുൾ കവർ ആവുന്ന രീതിയിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സ്റ്റിക്ക് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇതിന് പകരം നമുക്ക് പിന്നെ ഈർക്കിലെടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ സ്ക്യൂറൊക്കെ എടുക്കാം, അത് വെച്ചിട്ടും ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കളറും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഓറഞ്ച് കളറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിം കളറിലുള്ള ഒരു ലേസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ചെറിയ ചെറിയ പീസുകളായിട്ടുള്ള ലേസാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒന്ന് ഓരോ പീസുകളായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള ടൈപ്പിലുള്ള ലേസ് എടുത്തിട്ട് ചെയ്താൽ മതി. ഇത് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ഫ്ലവർ വേസാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനി അതിൻ്റെ ഏറ്റവും ടോപ്പിലും കൂടി ഈ സെയിം ലേസ് വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഫ്ലവേഴ്സ് എല്ലാം കൂടി ഇതിലോട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ വളരെ ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ഐഡിയ എന്താണെന്ന് കണ്ടാലോ? അതിനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ കാഡ്ബറി ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റാണ് കേട്ടോ, കുക്കി പാക്കറ്റ്സ്. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ സാധാ ലീഫൊക്കെ കട്ട് ചെയ്യുന്നില്ലേ, അതേ ആ ഒരു ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 4 പീസ്. പിന്നെ ഒരു തെർമോക്കോളിൻ്റെ പീസും കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഞാനിതുപോലെ ഒന്ന് ബ്ലൈഡ് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയൊരു നീളത്തിലുള്ള ഒരു മുട്ടിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ഒന്ന് ബ്ലേഡ് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുത്തേക്കുന്നത്. അതിലേക്ക് ഇതുപോലെ നമുക്ക് കമ്പി ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം. ഇനി ഓരോ പെറ്റൽസും എടുക്കാം, അതിലേക്ക് ഒന്ന് ഗ്ലൂ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലും ഫെവിബോണ്ടിൻ്റെ ഗ്ലൂ ആണ് കേട്ടോ വെച്ച് ഒട്ടിച്ചെടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫുള്ളും ഫില്ല് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും ഒരു കുഴപ്പമില്ല. ഇനി ഓരോ പീസും ഇതിലോട്ട് നന്നായിട്ട് ഗ്ലൂ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു തെർമോക്കോൾ പീസിൻ്റെ മുകളിലായിട്ട് വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ ഈ തെർമോക്കോളിൻ്റെ വൈറ്റ് കളർ പോർഷനൊന്നും ഒട്ടും തന്നെ വെളിയിൽ കാണാത്ത രീതിയിൽ വേണം ഓരോ പീസും കവർ ചെയ്തെടുക്കാനായിട്ട്. ഇതിലിപ്പോൾ ഒരു 4 പീസ് മാത്രം മതിയാവും. ഈ 4 പീസ് കുക്കി പാക്കറ്റിൽ നിന്ന് കട്ട് ചെയ്ത ആ ഒരു പീസ് 4 എണ്ണം മതി കേട്ടോ. അങ്ങനെ ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എടുത്തേക്കുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള കിറ്റ് ഒന്ന് അയൺ ചെയ്ത് എടുത്ത പീസാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫ്ലവർ ഈ ഒരു ടൈപ്പിലുള്ള മുട്ട ചെയ്തതിൻ്റെ അടിയിലായിട്ട് ഡിസൈൻ ചെയ്യാനും പിന്നെ ലീഫിനുമായിട്ടുള്ള അതിനുമായിട്ട് കേട്ടോ ഇതൊന്ന് അയൺ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മെത്തേഡിന് അതിനെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് അവർ ടോപ്പിൽ നിന്ന് ജസ്റ്റ് നടുക്കോട്ട് ഇങ്ങനെ ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഈ ഒരു കമ്പിക്കുള്ളിലായിട്ട് കയറ്റി കൊടുക്കാം. അല്പം ഗ്ലൂവും കൂടെ വെച്ച് കൊടുക്കാം, ആ മുട്ട ഇതിലോട്ടൊന്ന് ഒട്ടിയിരിക്കാനായിട്ട്. ഇനി 2 സൈഡിലുള്ള ആ ലീഫ് നമുക്കിത് ഈ ഒരു മുട്ടിനോട് ജോയിൻ്റ് ആയിട്ടിരിക്കുന്ന രീതിയിലൊന്ന് ചേർത്ത് ഒട്ടിച്ചെടുക്കാം. അതുപോലെ ഒരു പീസും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം കളറിലുള്ള കിറ്റിൻ്റെ പീസും ഉണ്ട്. ഈ സ്റ്റെമ്മൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്കൊന്ന് ഹീറ്റും കൂടി ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് ജോയിൻ്റായിട്ട് ഇരുന്നോളും. ആ രീതിക്ക് ഒന്ന് തിക്കായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ആ സെയിം ലീഫുകൾ ഇതുപോലെ ഒന്ന് ബ്രാഞ്ചായിട്ടൊന്ന് താഴത്തായിട്ട് ഓരോ പീസുകളും ഒന്ന് കയറ്റി ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാവേ. ഇനി ഈ ഒരു രീതിക്ക് ഞാൻ ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒത്തിരിയും കൂടെ തിക്കായിട്ടിരുന്ന കൂടുതൽ ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. അപ്പോൾ ഇതുപോലുള്ള കാഡ്ബറി പാക്കറ്റ്സും ഡേറ്റ്സിൻ്റെ പാക്കറ്റ്സും ഒക്കെ കിട്ടേ കളയരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.